ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കാസർഗോഡുകാരുടെ സ്പെഷ്യലായിട്ടുള്ള മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ അരിക്ക് പകരം സാധാരണ പച്ചരി വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഏത് അരി ആയാലും അത് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നെടുത്ത് വേണം ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെള്ളം വാർന്നെടുത്ത് വെച്ച അരിയാണ്. അപ്പോൾ ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത്, വെള്ളം വാർന്നെടുത്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് നേരെ പകുതി 1/2 കപ്പ് നമ്മുടെ വേവിച്ച ചോറ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടുള്ള ചോറാണ് കേട്ടോ, വൈറ്റ് റൈസിൻ്റെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ പുഴുക്കലരി വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുത്താൽ മതി. ഏതായാലും 1/2 കപ്പ് ഇട്ട് കൊടുക്കുക. എത്ര അരിയാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി ചോറിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ 1/4 കപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടിത് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണമെന്നില്ല, സാധാരണ രീതിയിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്, നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും തിക്ക് വേണ്ട കേട്ടോ, നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവയില്ല, അതിനേക്കാളും ഒരിച്ചിരി ലൂസായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോകരുത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു മാവിനേക്കാളും ഒരു ഇച്ചിരി ലൂസായിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിനുള്ള തിക്നെസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന് തീയൊന്ന് ഇച്ചിരി കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമുക്ക് മാവ് ഒരു തവി മാവ് പോലെ കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കുറച്ചൊന്ന് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ചിക്കൻ കറി, മട്ടൻ കറി ഇതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. കാസർഗോഡുകാർക്ക് പുതിയാപ്പിള സൽക്കാരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അപ്പമാണ് ഈ ഒരു മുട്ടയപ്പം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.